പ്രചരണ രംഗത്ത് ബഹുദൂരം മുന്നിലാണ് തിരുവനന്തപുരത്തെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി പന്ന്യൻ രവീന്ദ്രൻ. റോഡ് ഷോയിലൂടെയാണ് പന്ന്യന്റെ പ്രചരണം പുരോഗമിക്കുന്നത്. ഇത്തവണ തിരുവനന്തപുരം തിരിച്ചുപിടിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് ഇടതുമുന്നണിയുടെ പ്രവർത്തകർ. തിരുവനന്തപുരം മണ്ഡലത്തിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥി പന്ന്യൻ രവീന്ദ്രന്റെ പ്രചരണം, വാഹന പ്രചരണ യാത്ര, റോഡ് ഷോ നെയ്യാറ്റിൻകര മണ്ഡലത്തിൽ പുരോഗമിക്കുകയാണ്. വലിയ ആവേശത്തോടുകൂടി പ്രവർത്തകർ റോഡ് ഷോയിൽ പങ്കെടുക്കുന്നു. 1.5 പതിറ്റാണ്ടിന് ശേഷമാണ് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് വരുന്നത്. എങ്ങനെയുണ്ട് ഇപ്പൊ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം? ഇപ്പോൾ ഇവിടെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ നിങ്ങളാണ് എന്റെ ശക്തി, നിങ്ങളാണ് എന്റെ കരുത്ത്, ഈ നാടിന്റെ വികസനമാണ് എന്റെ ലക്ഷ്യമെന്ന് ഓരോ കൊച്ചു ഓരോ പ്രായമായ ആളുകൾക്ക് തെരഞ്ഞെടുപ്പിൽ നിൽക്കുവാൻ കഴിവും കരുത്തുമുള്ള നാടിന്റെ പ്രിയപ്പെട്ടവൻ, ഈ നാടിന്റെ കൂട്ടുകാരൻ സഖാവ് പന്ന്യൻ രവീന്ദ്രൻ വാഹനത്തിന്റെ തൊട്ട് ആ മാറ്റത്തിന് ശക്തി ഇടതുപക്ഷമാണെന്ന് അവരങ്ങനെ തീരുമാനമെടുക്കുന്നത്. ഇന്ന് രാവിലെ മുതലേ ഇവിടെ നടന്ന എല്ലാ സ്വീകരണ പരിപാടികളും ആവേശകരമായി. ഒരു വെയിലത്തും നൂറുകണക്കിന് മനുഷ്യരാവും നമ്മളെ കൂട്ടും. അത് വെറുതെയല്ല, നമ്മുടെ നാടിന്റെ ഒരു ഏറ്റവും വലിയ. ഞാൻ 2005 അന്ന് കണ്ടതിന്റെ ഇരട്ടി ആവേശം. അതുകൊണ്ട് കൂടുതൽ ആവേശമുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ രംഗത്തിറങ്ങിയിരിക്കുകയാണ്. കൊച്ചു കുട്ടികൾ പോലും എല്ലാവരും നമ്മളോടൊപ്പമുണ്ട്. അതാണ് ആശ്വാസം, അതാണ് നമ്മുടെ കരുത്ത്. അത് എല്ലാ പ്രദേശങ്ങളിലും കാണാം. UDF-ന്റെയും BJP-യുടെ സ്ഥാനാർത്ഥികളൊക്കെ ആയിക്കഴിഞ്ഞു. എങ്ങനെ കാണുന്നു എതിർ സ്ഥാനാർത്ഥികളെ? ഞങ്ങൾക്കത് പ്രശ്നമല്ല. അടയാളത്തിൽ ഈ നാടിന്റെ ജനവിധി തേടിക്കൊണ്ട് നാടിന്റെ ജനാധികാരം തേടി നാടിന്റെ പന്ന്യൻ രവീന്ദ്രൻ ഇതാ രീതികളിലൂടെ കടന്നു വരികയാണ്. അന്യനല്ല ഞാൻ, പ്രിയമുള്ളവരെ, പന്ന്യനാണ് ഞാൻ. പന്ന്യൻ രവീന്ദ്രൻ ഈ നാടിന്റെ പ്രിയപ്പെട്ടവരിതാ പന്ന്യൻ രവീന്ദ്രൻ ഞാനിവിടെ തൊട്ടു പിന്നാലെ കടന്നു വരികയാണ്. നിങ്ങൾക്കൊപ്പം നിൽക്കുവാൻ കഴിവും കരുത്തുമുള്ള ഈ നാടിന്റെ പ്രിയപ്പെട്ടവൻ, നാട്ടുകാരുടെ പ്രിയപ്പെട്ടവൻ സഖാവ് പന്ന്യൻ രവീന്ദ്രൻ. ഇവിടുത്തെ ജനങ്ങൾക്ക് എല്ലാവരെയും അറിയാം, എല്ലാ കാര്യങ്ങളും അറിയാം. കാണുന്നില്ല ഉമ്മമാര്, എല്ലാവരും ഇടതുപക്ഷത്തിന്റെ ഹൃദയപക്ഷത്തിന്റെ അതുകൊണ്ട് എനിക്ക് ഒരു തരത്തിലുള്ള ആശങ്കയുമില്ല. പാഴായിപ്പോയ 15 വർഷങ്ങളെ തിരിച്ചു പിടിക്കുവാൻ പിന്നെ നമ്മുടെ ആളുകൾ ചോദിച്ചു, എങ്ങനെയാണ് നിങ്ങൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക? അപ്പുറത്ത് ശതകോടീശ്വരന്മാരിൽ എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞു, എന്റെ ശക്തി ഈ നാട്ടിലെ ജനങ്ങളാണ്. കോടിക്കണക്കിന് ജനങ്ങളാണ് നമ്മുടെ കരുത്ത്. അതുകൊണ്ട് നമ്മുടെ ശക്തി ജനങ്ങളിലാണ്. ജനങ്ങൾ മതി നമുക്ക്. പണം വേണ്ട, കോടികൾ വേണ്ട, ജനങ്ങൾ മതി. ഈ കോടീശ്വരന്റെ ശതകോടീശ്വരന്റെ ഒക്കെ പണത്തിന്റെ ശക്തി അവർക്ക് ഗുണമാവില്ലേ? അത് ഈ നാട്ടിൽ കുറെ എന്തൊഴിക്കാനും തിരക്കില്ല. നമുക്ക് ഈ മണ്ണിൽ ജയിച്ചു വരാൻ കഴിയും. കാരണം ഇതൊരു പാരമ്പര്യമുള്ള മണ്ണാണ്, നവോത്ഥാനത്തിന്റെ മണ്ണാണ്. ആ മണ്ണിൽ ജയിച്ചു വരാൻ കഴിയുന്ന പൂർണ്ണ വിശ്വാസം. ഇതായി വാഹനത്തിന് തൊട്ടു പിന്നാലെ കടന്നു വരികയാണ്. അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യമാണോ ഇപ്പോൾ ഇടതുമുന്നണിക്ക് സംസ്ഥാനത്ത് പൊതുവെ തിരുവനന്തപുരം മണ്ഡലത്തിലുള്ളത്? തീർച്ചയായിട്ടും. കാരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ബോധപൂർവം ഇവിടെ എങ്ങനെയും ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ് കേന്ദ്ര ഭരണാധികാരികളും സംസ്ഥാനത്തെ പ്രതിപക്ഷം, കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷം. അത് ജനങ്ങൾ തിരിച്ചറിയുന്നു. ഇപ്പൊ നമുക്ക് നിങ്ങൾക്കറിയാം, അടുത്ത കാലത്തായി സുപ്രീം കോടതിയിൽ വന്നൊരു കേസ്, നമ്മൾ കൊടുത്ത കേസ്. ആ കേസിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ വക്കീൽ അവിടെ വെച്ച് പരസ്യമായൊരു കാര്യം പറഞ്ഞല്ലോ, ഈ കാശിൽ 1308 കോടി ഇപ്പൊ പുറത്തു നമുക്ക് നൽകി തീർക്കാം. അതിനർത്ഥം എന്താ? ഈ നാടിന് ആവശ്യമുള്ള കാശ് അവർ പിടിച്ചു വെച്ചു എന്നുള്ളതല്ലേ? അതിപ്പോ ബോധ്യമാണ്.
അതുകൊണ്ട് അതെല്ലാം ജനങ്ങൾ അറിയുന്നു. എല്ലാം ജനങ്ങളോട് ഞങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ട് ജനങ്ങൾ ഈ നാടിന്റെ സർവോന്മുഖമായ വികസന പ്രവർത്തനങ്ങൾക്ക് സഹകരിക്കുമെന്ന് പൂർണ്ണ വിശ്വാസമുണ്ട്. ഞാൻ നേരത്തെ ഇവിടെ ജയിച്ചതാണ്. അതുകൊണ്ട് ജനങ്ങൾ ആ ബോധം ജനങ്ങളെ മനസ്സിലുണ്ട്. സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം പോലും മുടങ്ങിയ സാഹചര്യമുണ്ട്. അതൊക്കെ നമുക്ക് എങ്ങനെ ജനങ്ങളെ ബോധ്യപ്പെടുത്താനാണ്? അതെല്ലാം ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നു. ജനങ്ങൾക്ക് ഓരോ കാര്യങ്ങളും വെറുതെ പറഞ്ഞില്ല. ഞങ്ങൾ പറയുന്ന ഫാക്ടിന്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിൽ ഇന്ന് കാണുന്ന വികസനം. ഇപ്പൊ ഇന്ത്യയിൽ കേരളം പോലൊരു സംസ്ഥാനം എവിടെയാണുള്ളത്? ഇവിടെ മരണനിരക്ക് കുറവ്. ഇത് മനുഷ്യന്റെ ആരോഗ്യം, അവന്റെ ജീവിതമാർഗങ്ങൾ പരിഗണിക്കുന്ന ഗവൺമെന്റ് ഏത് ആപൽഘട്ടത്തിലും ജനങ്ങളെ സംരക്ഷിക്കാൻ ഒരു നാഥനുണ്ട് എന്ന ബോധം ഇവിടെ കണ്ടുവരുന്നു. അതാണ് നിപ്പ വന്നപ്പോഴും കോവിഡ് വന്നപ്പോഴും ഇവിടെ പ്രളയം വന്നപ്പോഴും ജനങ്ങളോടൊപ്പം ഗവൺമെന്റ് ഉണ്ടായിരുന്നു. അതെല്ലാം കണ്ട ജനങ്ങൾ ഈ ഗവൺമെന്റിന് ഇപ്പോഴുണ്ടാക്കിയിരിക്കുന്ന ബോധപൂർവ്വം കേന്ദ്ര ഗവൺമെന്റ് ഉണ്ടാക്കിയിരിക്കുന്ന ഈ പ്രതിസന്ധിയിൽ നിന്നും മുറിച്ചു കടക്കാൻ ജനങ്ങൾ നമ്മുടെ കൂടെ ഉണ്ടാവുമെന്ന് പൂർണ്ണ വിശ്വാസമാണ്. എന്തൊക്കെ പ്രചരണം വന്നാലും തിരക്കില്ല. ജനങ്ങൾ നേരിന്റെ വഴിയിൽ നിൽക്കും. ഞങ്ങൾ മുന്നോട്ട് വരും ചെയ്യും. BJP സ്ഥാനാർത്ഥി ഇന്നലെ പറഞ്ഞത് തിരുവനന്തപുരത്ത് IT ഹബ്ബാക്കി മാറ്റുമെന്നാണ്. ശശി തരൂർ നേരത്തെ പറയുന്നത് ബാഴ്സലോണയുടെ ട്വിൻ സിറ്റിയാക്കി തിരുവനന്തപുരം മാറ്റുമെന്നാണ്. എന്താണ് അങ്ങേക്ക് പറയാനുള്ളത്? IT മേഖലയിൽ തിരുവനന്തപുരത്ത് കേരളത്തിലുള്ള മാറ്റം എങ്ങനെയാണ്? കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ തുടക്കം കുറിച്ചു. ഇന്ന് 1.25 ലക്ഷം ജനങ്ങൾ തിരുവനന്തപുരത്ത് 1 ലക്ഷത്തോളം ജനങ്ങൾ ഇതാ എറണാകുളത്തും അതുപോലെ ചേർത്തലയിലും കോഴിക്കോട്ടും കേരളത്തിലെ IT നമ്മുടെ IT മേഖലയിൽ പരമാവധി സഹകരണം ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ആ IT മേഖലയിൽ എത്രമാത്രം മുന്നോട്ട് പോയ മുമ്പിലാന്ന് പറയുന്നത് IT ഹബ്ബാക്കാൻ ശ്രമിക്കും. ഈ IT ഹബ്ബാക്കാൻ ശ്രമിക്കും പറഞ്ഞാൽ ഒരു കേന്ദ്രമന്ത്രിയായിരുന്നല്ലോ. അദ്ദേഹത്തിന് ഒരുപാട് കാര്യം ചെയ്യാൻ കഴിയുന്ന ആളായിരുന്നല്ലോ. അദ്ദേഹം ഇതുവരെ എന്ത് ചെയ്യുന്നു? ജനങ്ങൾ ചോദിച്ച മറുപടി പറയുന്നു. ഞാൻ അതിനൊന്നും മറുപടി പറയാൻ പോകുന്നില്ല. കാരണം ഒരു സ്ഥാനാർത്ഥി എന്ന രീതിയിൽ മറ്റൊരു സ്ഥാനാർത്ഥിയുമായിട്ടുള്ള ഒരു തർക്കത്തിന് ഞാനില്ല. ഞാൻ എന്റെ കാര്യമാണ് പറയുന്നത്. പക്ഷെ നാട്ടിലെ സത്യം മറക്കരുത് എന്നേ പറയാം.